ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാളെയാണ് നമ്മുടെ വളക്കാപ്പ്. ഇന്ന് വളക്കാപ്പിൻ്റെ തലേ ദിവസമാണ്, ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസൊക്കെ ഇന്നലെ രാത്രിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചേച്ചി വരും. പിന്നെ എന്താ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എന്തായാലും വരും. നമ്മൾ കസിൻസും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദർശാനും വന്നിട്ടുണ്ട് ഗൈസ്. ആദർശായിട്ട് ഇരിക്കുന്നു. എന്റെ സ്വപ്ന മുടിയെല്ലാം ഇന്ന് പോവും ഗൈസ്. മുടി വെട്ട വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ ഒരു വാല് വെച്ചേക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അത്. അപ്പം അതെന്തായാലും ഇപ്പം ഇന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് ഇപ്പം വരും. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചേച്ചി വരും. പിന്നെ നമ്മൾ ചെറിയ പരിപാടി കേട്ടോ. പറഞ്ഞാല് സംഭവം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ഏകദേശം ഡെലിവറിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒന്നര ആഴ്ച ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനൊരിക്കൽ പിന്നെ ഒന്നരക്കം നമ്മൾ പോകണം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക, നമ്മളൊരു പരിപാടി നടത്തിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി ചടങ്ങൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ ഇത് ഇവിടെ ആയതുകൊണ്ട് നമുക്കൊരു ചടങ്ങും ഒന്നും നടത്താൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ചെറിയ പരിപാടി, ഇപ്പൊ പേര് വളകാപ്പ് നട്ടാലും അതിലെല്ലാം കൂടി കൂടിയിട്ട് അത് ചെറിയൊരു പരിപാടി ഇട്ടോ. അത് നമ്മൾ വെക്കാൻ കാരണം വെച്ചാൽ അതൊക്കെ ഇപ്പം ഒന്ന് സെറ്റാകുമ്പോൾ ഓൾക്കൊരു ഇത് വേണ്ടല്ലോ, ഇങ്ങനെ പരിപാടി നടത്തിയില്ല എന്നൊക്കെ ഉള്ളൊരിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഇപ്പം നമുക്ക് വിളിക്കാൻ പറ്റിയൊരു ഇതല്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ കസിൻസിനൊക്കെ പറയുമ്പോൾ ഒരുപാട് പാപ്പന്മാരും വല്യച്ഛന്മാരും എല്ലാവരും ഉണ്ട്. അപ്പം 28 ഭാഗമൊക്കെ ആയിട്ട് 28 എന്നുള്ള പരിപാടി നന്നായി കഴിക്കാം. ഇത് കസിൻസിനൊക്കെ വെച്ചിട്ട് കഴിക്കാന്നതിനും പ്ലാന്. ചെറിയൊരു പരിപാടി. അതിലിപ്പോൾ ഞാൻ കസിൻസിനൊക്കെ വിളിച്ചിരുന്നു. ഒരുപാട് എല്ലാവർക്കും ഓരോരോ എക്സാം, കുറെ പേർക്ക് ഞായറാഴ്ച എക്സാം ഉണ്ട്. കുറെ ആൾക്കാർക്ക് ഞായറാഴ്ച എക്സാം ഉണ്ട്. 5-നൊക്കെ എക്സാം. ഇവിടെ ഐശ്വര്യ അമൃതേനൊക്കെ വിളിച്ചപ്പോൾ അവർക്കൊക്കെ എന്തോ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പറ്റുന്നവര് വരും. പൊന്നൂസ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ചേട്ടൻ മുടി വെട്ടാൻ പോവും. ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് കറണ്ട് പോകുന്നു പറഞ്ഞോണ്ട് തന്നെ നേരത്തെ ഫോണൊക്കെ വേഗം കുത്തിച്ചു. മുടി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ചെറിയൊരു തലേ ദിവസത്തെ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ എടുത്താൽ കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. അങ്ങനെ രാവിലെ ഉറങ്ങി എനിക്ക് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടില്ല. ഞങ്ങൾ അമ്മ ചോദിക്കാറൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ ചോദിച്ചു, ഒന്നും വെള്ളയപ്പം ചുട്ടേരും, അമ്മയ്ക്ക് കുറേ പണികളുണ്ടെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് സാമ്പാർ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് കൂടുതൽ ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിതേ വെള്ളയപ്പം ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് വെള്ളയപ്പം ചുടുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദർശേണ്ണ മിനിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശേണ്ണാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് കേട്ടോ. അമ്മ ഇത് നമ്മുടെ സാമ്പാറിക്കുള്ള തേങ്ങയൊക്കെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകിയിട്ട് അത് വറുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഓരോരോ കാര്യങ്ങൾ വേഗം വേഗം സെറ്റാക്കാണ് കേട്ടോ. പിന്നെ എന്താ ഉപ്പേരി, പിന്നെ എന്താ അവിയൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മമ്മിയും ആദർശേണ്ണും ഇതേ വർത്താനൊക്കെ പറഞ്ഞ് അടുക്കളയിൽ ഓരോ പണികളും ഇങ്ങനെ നോക്കാണ് കേട്ടോ. അപ്പം അത് ആദർശേണ്ണന് ചായ കൊടുത്തിട്ടുണ്ടാകും. ആദർശയുടെ അപ്പുറത്ത് നിന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിരുന്ന് വെള്ളയപ്പം ചുടുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര ചവിട്ടം കുത്താണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞാൻ വെള്ളയപ്പം ചുടുമ്പോൾ എൻ്റെ വയറ്റുമ്മയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ചൂടടിക്കുന്നുണ്ടായിരുന്നു. ആ ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. അപ്പം അമ്മ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് നീങ്ങുന്നു. കാരണം ഉണ്ണികൾക്ക് ചൂടടിക്കുമ്പോൾ അവരിങ്ങനെ നന്നായിട്ട് അനങ്ങും. അമ്മയ്ക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് മാമൻ്റെ കൊടുക്കാൻ ഓരോന്നും ചെയ്യണ സമയത്ത് അമ്മയ്ക്കും ചൂടടിച്ചാൽ ഭയങ്കര ഇതാവുന്നു. അങ്ങനെ ഇതേ നമ്മുടെ പൊന്നൂസ് ഇതേ ഉറക്കൊക്കെ എനിക്ക് വന്നിട്ട് അവനും ചായ കുടിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പൊന്നൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇവർക്ക് പിന്നെ ഇനിയും മുടി വെട്ടാൻ പോകണം, കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഉമ്മർത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആദർശയുടെ മുടി വെട്ടി വന്നാലും എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടുള്ളൂ. ഞാൻ എത്ര നാളായിട്ട് പറയണതെന്ന് അറിയാം, ബാക്കത്തെ വാലൊന്ന് മുറിച്ച് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെന്തായാലും ഇന്ന് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പം നമ്മൾ കൗമുദി TV-യിൽ മറ്റേ പ്രാങ്ക് ഉണ്ടല്ലോ, അതൊക്കെ കണ്ടിട്ടാണ് ഇരിക്കുന്നത്. അമ്മ ഇവിടെ പണിയുള്ള തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് വെള്ളയപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് TV ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ അർജു വന്നിട്ടുണ്ടായിരുന്നു. അവൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇത് ഇവർ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഉമ്മർത്തൊക്കെ വെറുതെ ഇരുന്ന് എനിക്ക് മരുന്ന് കുടിക്കാണ്ട് കുളിക്കണം. പിന്നെ കല്യാണ ബ്ലൗസ് അയച്ചിരുന്നെങ്കിൽ കല്യാണ സാരിയാണ് പരിപാടിയുടെ സമയത്ത് ഇടണേട്ടാ. പിന്നെ വേറൊരു കോസ്റ്റ്യൂം കൂടി ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു എന്നുള്ള സിന്ധു ചേച്ചി കുറച്ച് നാൾ മുന്നേ പോയിട്ട് എനിക്കൊരു ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് കറക്റ്റ് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ വെയ്യായി ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സിന്ധു ചേച്ചി നല്ലൊരു ഡ്രസ്സൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇടണം. അപ്പോൾ കല്യാണ ബ്ലൗസ് എന്തായാലും
കല്യാണ ബ്ലൗസ് എന്തായാലും എനിക്ക് കൊള്ളില്ല. അപ്പൊ അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് സെറ്റ് ആക്കണം. അമ്മ ഇനി കുറെ നേരം ചീത്ത പറയാൻ തുടങ്ങിയിട്ട്, അപ്പൊ അതൊക്കെ ഒന്ന് വേഗം സെറ്റ് ആക്കട്ടെ കേട്ടാ. എന്നിട്ട് കുളിക്കണം. അപ്പോൾ ഇതാണ്ട് സിന്ധു ചേച്ചി, നമ്മൾ തൃശ്ശൂർ പോയ സമയത്ത് തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടി വന്ന് ചേച്ചിയുടെ ഐഡിയയിൽ തോന്നിയൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് അത് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത്, പിന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നിന്ന് എനിക്ക് വേറൊരു ടോപ്പ് എടുത്തു, പിന്നെ കുറെ മിഠായി വാങ്ങിച്ചെന്ന്. നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള ഒരു ചേച്ചിയുണ്ട്. അപ്പൊ ഞാൻ അന്ന് എടുത്തൊരു വീഡിയോ ക്ലിപ്പായിരുന്നു. മിഠായി വേണമെന്ന് പറയണ്ട. പക്ഷെ ഈ മിഠായി കാണുമ്പോണ്ടല്ലോ നമുക്ക് സീരിയസ്ലി എന്താ പറയാ ഭയങ്കര ഒരു ഇത് തോന്നും. കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മളെ കൂടെ പിടിച്ചിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ നമ്മളെ കൊണ്ട് ഒരു ചെറിയൊരു ഭാരെങ്കിലും ഉണ്ടായിട്ട് നമ്മൾക്കൊരു ഭാരം വരുന്ന സമയത്തുണ്ടല്ലോ ഒരാളും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നിട്ട് അങ്ങനെ ആ സിറ്റുവേഷൻ കാണുമ്പോണ്ടല്ലോ അപ്പൊ നമുക്കിപ്പോ എന്താ പറയാ ഒരു 10 റുപ്യന്റെ ഉപകാരം അവരെ കൊണ്ട് ഉണ്ടാവണം നമ്മൾ ചിന്തിക്കില്ല. നമ്മളൊന്ന് നമുക്കൊരു മൈൻഡ് സപ്പോർട്ടെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ച് കുറെ സമയത്ത്. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോണ്ടല്ലോ ഞാൻ സീരിയസ് ആയിട്ടും ഞാൻ ആ ചേച്ചിയോട് അങ്ങനെ നമുക്കിപ്പോ ഒരു രക്തബന്ധമോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഇത്രയും കാലം മുന്നത്തെ സ്നേഹബന്ധം ഒന്നുമല്ല. ഇതിപ്പം ആളും അതായത് ഇവളും ചേച്ചി നമ്മൾ കുറച്ച് കാലത്തൊരു കണക്ഷനുള്ളൂ. പക്ഷെ എന്താ പറയാ ഇപ്പൊ ഒരു സ്വന്തം ആൾക്കാര് നമുക്ക് ചെയ്തു തരുന്നതിന് തുല്യം അതിലേറെ തന്നെ പറയട്ടെ ആ ചേച്ചിന്ന് എന്താ പറയാ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ടെ. അപ്പൊ ഞാനും ആരും വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഓൾക്ക് ഇതൊരു എന്താ പറയട്ടെ നമുക്ക് അറിയില്ല. വാങ്ങിച്ചു കൊടുക്കണ പോലെ ഞാൻ തന്നെ ആകെ എന്തോ ഓൾറെഡി ഞാനാകെ മൈൻഡ് കട്ടയച്ച് കുറെ പറഞ്ഞോട്ടെ ചേച്ചി വേണ്ട. ഓൾറെഡി നമുക്ക് കൊളാബിങ് ആയിട്ടും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നേരിട്ട് കണ്ടപ്പോ ആൾക്ക് എന്താ ഒരു ഇത് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് അങ്ങനെ ഞാൻ കുറെ സംസാരിക്കുന്ന. പക്ഷെ ചേച്ചീന്റെ ആ ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു വേറെ ടൈപ്പ് ഇട്ടാ അത് സംസാരിക്കൂട്ടോ ചേച്ചി. പക്ഷെ എങ്കിലും എന്താ പറയാ ഒരു ഇല്ലേ ഒരു ഞാൻ അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് ആരുടെ പോയാലും പള പറയുന്നത് ഞാൻ കുറച്ചൊന്ന് സൈലന്റ് ആയി. കാരണം ഒരു എന്തോ ഒരു പോസിറ്റിവിറ്റി ഇല്ലേ. അങ്ങനെ ഇത് ആദർശമായിട്ട് എനിക്ക് മരുന്നൊക്കെ എടുത്തു തരാനുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് അവിടെ ഫയല് വീണു പോയി. അപ്പൊ ഞാൻ ആദർശാന്റെ അടുത്തൊന്നും എടുത്തു തരുമോ അങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. കുമ്പിടാനൊന്നും എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ എന്നോട് ഡോക്ടർ കുറച്ച് ശേഷം എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായാലും വളക്കാപ്പും ഈ ഒരു ഫോട്ടോഷൂട്ടും കഴിഞ്ഞിട്ട് എന്തായാലും എക്സസൈസ് ചെയ്താൽ മതി വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഇത് അമ്മ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വിഷ്ണുവേട്ടൻ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ വിഷ്ണുവേട്ടൻ്റെ അടുത്ത് എല്ലാവരും ഇതേ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കാൻ കേട്ടോ. ഇനി ഇവർക്ക് ഇതേ മുടി വെട്ടാൻ പോകണം. പിന്നെ ചേച്ചിയും തേച്ചപ്പനും ാനിട്ട് വരണേ. ഇന്ന് വിനീഷേട്ടൻ രാത്രി ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ സ്കൂട്ടി കൊണ്ടിട്ട് ചേട്ടൻ പോയേക്കാട്ടോ. അപ്പോൾ പിന്നെ അവളേനെയും കൂട്ടണം. അപ്പം മുടി വെട്ടാൻ പോകുമ്പോൾ അങ്ങനെ അവളേനെയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാട്ടോ ഇവർ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ അവർ പോയപ്പോൾ ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി നിന്നുട്ടാ. ഞാൻ അടിച്ചു വരാറൊന്നുമില്ല. ഇപ്പൊ 2-3 ആഴ്ച മുന്നൊക്കെ ഫുള്ളിക്ക് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോഴൊന്നും ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് അമ്മയ്ക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരിയുടെ അമ്മ തുടയ്ക്കാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മയുടെ പ്രശ്നം എന്താണെന്നറിയോ, വീട്ടിൽ എപ്പോഴും ആരെങ്കിലും ഒക്കെ വരും. അപ്പൊ എന്തെങ്കിലും അമ്മ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ അമ്മ ഇവർ വരുമ്പോൾ സംസാരിക്കായിരിക്കും. അങ്ങനെ കുറെ ടൈം അമ്മയുടെ പോട്ടാ. അപ്പൊ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പണിക്ക് പോകുന്ന ദിവസം വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും, അല്ലാത്ത ദിവസം ഇതുപോലെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അമ്മയുടെ പണികളൊന്നും നടക്കില്ലാന്ന്. പിന്നെ ഇതാ നമ്മുടെ തേജപ്പനും ചേച്ചിയും കൂടിയിട്ട് എത്തിയിട്ടാ. അപ്പൊ ഇവര് പിന്നെ ഇനി നേരെ അത്താണിക്കും അങ്ങോട്ട് പോവാൻ നിൽക്കട്ടെ. ആദർശേട്ടനും പൊന്നൂസും വിഷ്ണുവേട്ടനും. പിന്നെ നമുക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാണ്ട് അങ്ങനെ ഫുള്ള് ഇവർക്കൊന്ന് കറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഇതേ തേജപ്പനും അവരുടെ ഒപ്പം പോയി ചേച്ചി ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകും കേട്ടോ. ഞാൻ അപ്പോഴേക്കും കുളിക്കാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ ഡ്രസ്സ് കൈ പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഇവള് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അച്ഛമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ കുറച്ചു നേരം അച്ഛമ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്നുട്ടോ. ചേച്ചി വന്നപാടെ അവളെ ഷാളൊക്കെ മാറ്റിയിട്ട് വേഗം വിശക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നുട്ടോ. അപ്പൊ ഒന്ന് മറ്റേ അവിയലും ഉപ്പേരി സാമ്പാർ മുളക് വറുത്തത് പപ്പടം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇപ്പൊ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. എങ്ങനെയായാലും ഫുള്ള് കറുപ്പാണ് മുഖം. ഫുള്ള് ഇവിടെയൊക്കെ ഭയങ്കര ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുറെ നാള് ത്രെഡൊന്നും ചെയ്യാതെ ഒന്ന് പിരികൊക്കെ ത്രെഡ് ചെയ്യുമ്പോൾ നല്ലൊരു വെളുപ്പ് തോന്നിക്കാറില്ലേ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ചൊരു കാര്യം. ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നാളേക്ക് ഇനി അധികം ബോറാവണ്ട വിചാരിച്ചിട്ട്. മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെ കേട്ടോ. നമ്മള് വലിയ ഇതൊന്നും ഇല്ല. പുറത്ത് വലിയമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിനി ഇരിക്കട്ടെ. ഞങ്ങൾ വെറുതെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അതൊക്കെ ചെയ്ത് നീ ബ്ലൗസ് ഇപ്പോഴും ഇതാക്കാണ്ട് ഇനി ബ്ലൗസ് പോയിട്ട് വേഗം അഴിച്ചിരട്ടെ.
അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മാളു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ മാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കായിരുന്നു ചേച്ചിയും. ഇവർ പിന്നെ ഫുള്ള് ഡ്രസ്സ് എന്താ ഇടുക എന്താ ചെയ്യുക ഫുൾ പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടും പിന്നെ കുറേ റീൽസ് നോക്കിയിട്ടും പിന്നെ ഡാൻസ് കളിക്കാം അങ്ങനെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പ്ലാനിങ് നടക്കാട്ട് ഇവിടെ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ എനിക്ക് അയ്മോദക വെള്ളം തിളപ്പിച്ച് തന്നു കേട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 പേരും കൂടിയിട്ട് വെറുതെ ഓരോ കാര്യങ്ങളും റീൽസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കായിരുന്നു. ചേച്ചി അവിടെ എന്താ ഷോർട്സോ എന്തൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് വെച്ചാൽ ഭയങ്കര വെള്ളം ദാഹം കിട്ടാം. ഒരു ദിവസം ഒരു 6 ലിറ്ററെങ്കിലും ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് എനിക്ക് ഈ യൂറിൻ ഇൻഫെക്ഷൻ വരണേന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ചിലപ്പോൾ ആ യൂറിൻ അവിടെ കെട്ടി നിൽക്കണോണ്ടാവാട്ടാ. പിന്നെ നമ്മൾ ഫുൾ അവിടെ കിടന്ന് കുറേ നേരം അങ്ങനെ കിടന്ന് സംസാരിച്ചിട്ടും അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സമയം അങ്ങനെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോറിനാട്ടോ, കാരണം ആദർശായിട്ടൊന്നും വന്നിട്ടില്ല. അവർ മുടി വെട്ടാനൊക്കെ വേണ്ടി പോയേക്കാം. ഇത്ര നേരം അവർ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം നന്നായി വിഷമം തുടങ്ങി. അപ്പം നമ്മ സാമ്പാർ അവിയൽ മുളക് വറുത്തത് അച്ചാർ പപ്പടമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. എനിക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞാൻ ഈ ഫുഡ് കുഴച്ചതും അതിൻ്റെ പിന്നാലെ തന്നെ ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം ഇവരെന്നെ വെയിറ്റ് ചെയ്തു. ഇവർ വന്നിട്ട് ചോറിനാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു 2:15 ആകുമ്പോഴായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേജപ്പൻ അവൻ്റെ വിഷ്ണുമാമൻ ബാറ്റും ബോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടി. കൃഷ്ണേട്ടൻ അപ്പോഴേക്കും മഞ്ജുവിനെ കൊണ്ടുവരാൻ പോകേണ്ട സമയമായിട്ട് മഞ്ജുവിന് 3 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടനോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടി അമ്മ നിർബന്ധിച്ച് കയറ്റാട്ടോ. ചേട്ടൻ വേഗം പോട്ടെ പറഞ്ഞിട്ട്. പക്ഷെ ഇവർ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ അമ്മ നിർബന്ധിച്ചിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 3 പേരെയും വിളിക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് ഒന്നുകൂടി കെട്ടിക്കണം നമ്മ. ഇത് ഏറ്റവും കൂടുതൽ പേർക്ക് 200 രൂപ. എപ്പോ വന്നടാ ആദ്യം അതൊന്ന് വലിച്ചിങ്ങനെ അത് മുതിച്ച് അയാളുണ്ടല്ലോ ഇമ്മാതിരി വലിയ സാധനം വിളിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് എല്ലാവരും ഫുഡ് അടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവർ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വിഷ്ണുവിനെ വേഗം പോകാനുള്ളതുകൊണ്ട് ചേട്ടൻ്റെ അമ്മ വേഗം ഫുഡ് വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ്റെ മുഖം കണ്ടപ്പോഴേക്ക് നല്ല വിശപ്പുണ്ട് തോന്നിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോറ് ഫുള്ള് വാരി കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞിട്ട് വിഷ്ണുവിനൊക്കെ വേഗം മഞ്ജുവിനെ കൂട്ടാൻ പോയിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ഹോളിൽ ഇരിക്കുകയാണ്. പിന്നെ ഇത് ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ചെങ്കിൽ നല്ല ചൂടാട്ടോ. ഫുൾ ടൈം നമ്മൾ റൂമിലൊക്കെ ഇരിക്കുക വെച്ചെങ്കിൽ AC ഇടാതിരിക്കാൻ പറ്റില്ല. സത്യം പറയാ ഹാളിലൊക്കെ വെച്ചെങ്കിൽ ഭയങ്കര ചൂടും. പിന്നെ ഇതാ മാളു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദു വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ റൂമിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ആദുവിനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാളും ചേച്ചിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇനിയും കുറേ പരിപാടികളുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് റൂമിൽ കിടന്നുട്ടോ. പിന്നെ വലിയമ്മ ഒന്ന് വിളിക്കുമ്പോഴാണ് നമ്മളെ എനിക്കാണ്. അപ്പോഴേക്കും വിഷ്ണുവേട്ടനും 5ഉം എത്തിയിട്ടാ. അപ്പോൾ ഇതേ മാളുവാണ് വീഡിയോ എടുക്കണം. മാളുവിൻ്റെ കയ്യിൽ ഫോൺ കിട്ടി. മാളു ഇതേ ഈ ഒരു തരത്തിലിടയ്ക്ക് വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. എല്ലാവരുടെയും വായിൽ കയറിയിട്ട് കുട്ടി വീഡിയോ എടുക്കും കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഉമ്മർത്ത് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇതേ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാനുണ്ടോ. അപ്പോൾ നന്നാരിയും നമ്മുടെ സോഡയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും വലിയമ്മയും കൂടിയിട്ട് ഇതേ വെള്ളം കലക്കേണ്ട ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കലക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു. അഞ്ജുവിനും വിഷ്ണുവിനും പിള്ളേർക്കും അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വിഷ്ണുവിൻ്റെ ഫോൺ നമ്മൾ പേടിക്കണം. വിഷ്ണുവിൻ്റെ ഫോണിൽ നമ്മുടെ ചെറുപ്പത്തിലത്തെ എല്ലാ ഫോട്ടോസും ഉണ്ട്. കാരണം മക്കളുടെ ഇതും അപ്പുറത്ത് എടുക്കണത് മാളു ആട്ടാ പല്ലിങ്ങനെ ഇതായിട്ടുള്ളത്. മാളുവിൻ്റെ ആയാലും ഞങ്ങളുടെ ആയാലും കുറേ ഫോട്ടോസ് ചേട്ടൻ്റെ. അപ്പോൾ ചേട്ടൻ അതിലത്തെ ഓരോന്നൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരാട്ടെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. മാളും വല്യമ്മ ഇവിടെ ഗുസ്തി പിടിക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ. മാളുവിൻ്റെ അടുത്ത് വല്യമ്മ ആ ഗ്ലാസ് കൊണ്ടുവയ്ക്കാൻ പറയണ്ട. അപ്പോൾ മാളു മര്യാദയ്ക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ വല്യമ്മ വെറുതെ അതിനെ ചൊറിയാൻ വേണ്ടിയിട്ട് അതിനെ ഓരോന്നും പറയൂട്ടാ. അപ്പോൾ എനിക്ക് പറ്റില്ല അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ കുട്ടി ലാസ്റ്റ് ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മയും തേജപ്പനും കൂടിയിട്ട് അച്ചാച്ചൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറയായിരുന്നു കേട്ടോ. അച്ചാച്ചന് തലേന്ന് എന്തോ വയ്യാതെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും കൂടിയിട്ട് ഇറങ്ങാട്ടോ.
അത് കഴിഞ്ഞിട്ട് അവരൊക്കെ പോകാൻ വേണ്ടി നിൽക്കട്ടെ. അഞ്ചു ഇതേ ജോലി കഴിഞ്ഞിട്ട് വരണ വഴിക്ക് കയറിയതായിരുന്നു. അവൾ ഇനി മേലെ എഴുകിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പോകാൻ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ തേജപ്പനും അമ്മയും അപ്പോഴേക്കും അച്ചാച്ചനെ കണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ചേട്ടാ. ഇപ്പം ഇങ്ങനെ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമല്ലേ. പിന്നെ നന്ദനയും നയനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദന വരുമ്പോൾ എനിക്ക് ഒരു പച്ചമാങ്ങ കൊടുക്കുന്നുണ്ടായിരുന്നു. നയനുവിന് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല, ആൺകുട്ടികളുടെ അടുത്ത് മാത്രമേ പോകുള്ളൂ. മാളും അതിനെ പിടിച്ച് വലിച്ചെടുത്തു. ഞാൻ അച്ഛൻ്റെ ബ്ലൗസ് അഴിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ബ്ലൗസ് അത് എൻ്റെ കൈയിൻ്റെ ഇവിടം വരെയാണ് കയറുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റിച്ച് അഴിച്ചിടണം. എന്നിട്ട് ഏറ്റവും തുമ്പത്തുകൂടെ വീണ്ടും സ്റ്റിച്ച് ചെയ്യിപ്പിക്കും ചെയ്യണം കേട്ടോ. തേജപ്പൻ റൂമിലിരുന്ന് കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഉണ്ണി വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് തേജപ്പനെ വിളിച്ചോളൂ. തേജപ്പനെ അച്ഛൻ പെൺകുട്ടികളെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഒന്ന് നാണം കുടുങ്ങി നിൽക്കും, പിന്നെ അവൻ സെറ്റ് ആവട്ടെ. അവന് ഭയങ്കര ഇഷ്ടം എടുക്കാൻ വേണ്ടിയിട്ട്. ഇവളച്ചെങ്കിൽ അവൾക്ക് പെൺകുട്ടികളെ നമ്മൾ ഗേൾസിനെ അവൾക്ക് തീരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ആൺകുട്ടികളുടെ അടുത്തേക്ക് മാത്രമാണ് മൂപ്പത്തി പോവുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ തേജപ്പന് ഫസ്റ്റ് ഒരു ചടപ്പായിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം തേജിനാണ്ട് നോക്കി ഇങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ തേജുവിൻ്റെ ചിരിക്കുന്നുണ്ട്. തേജിന് ഫസ്റ്റ് ഭയങ്കര നാണം കൂടുതലാണ്. പിന്നെ നമ്മുടെ അശ്വിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ അശ്വിനും ദേവൂട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ദേവൂട്ടൻ മുടിയിൽ കളറൊക്കെ അടിച്ച് ആകെ ഫ്രീക്കായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ അവനെ നിന്ന് ട്രോളായിരുന്നു അതിൻ്റെ മുടി കളർ ചെയ്ത് കണ്ടിട്ട്. അങ്ങനെ പിന്നെ ഇത് നയനും നന്ദനയും കൂടിയിട്ട് പോവാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്തിട്ട് അവിടെ വെച്ചങ്ങനെ ടാറ്റൊന്നും കൊടുക്കണില്ല. അതിൻ്റെ ഇടയിൽ അശ്വിനുവിൻ്റെ അടുത്തേക്കൊക്കെ വേഗം പോയിട്ടാ. ഞാനും അമ്മയും പിന്നെ മാളും ആരും വിളിച്ചാൽ നമ്മൾ അങ്ങനെ പോയില്ല. പക്ഷേ ആദർശേൻ്റെ അടുത്ത് പിന്നെ അർജുൻ്റെ അടുത്ത് അശ്വിനുവിൻ്റെ അടുത്തൊക്കെ അവൾ നല്ല കമ്പനിയായിട്ട് പോവുകയും ചെയ്യും. വേണ്ട മാളു എടുക്കാൻ നോക്കുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര കരച്ചിലാവും കേട്ടോ. എന്നാലും മാളു ഇതേ പിടിച്ച് വലിച്ചെടുത്ത് മാളുവിനെ ചെറുതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാളു എന്നാലും പിടിച്ച് വലിച്ചെടുത്തിട്ട് അങ്ങനെ നടക്കൂട്ടോ. അപ്പോൾ അശ്വിനുവിൻ്റെ അടുത്തും വലിയ കുഴപ്പമില്ലാതിരുന്നു. പിന്നെ എന്തായാലും അവർ പോട്ടെ എന്ന് അവർക്ക് ഡാൻസും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് നന്ദന വേഗം പോയിട്ടാ. അപ്പോൾ മാളു ഇതേ ചെറുതിനെ കൊടുക്കണില്ല. മാളു അതിനിങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കാനിട്ടാ. പിന്നെ സാരിയുടെ ബ്ലൗസ് എനിക്ക് ആദ്യമായിട്ട് അയച്ചെന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ അവൾ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഫുള്ള് ഞാൻ അവരുടെ അടുത്ത് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊരു ഹെൽപ്പ് ചെയ്തൊന്ന് അയച്ചു തരണം. കാരണം എനിക്ക് കുത്തിയിരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ അഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതും അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അതും ഇരുന്നിട്ട് ഫുൾ അയച്ചു തരട്ടെ. മാളോടെ നല്ല പണിയിലാണ്. ചേച്ചിക്ക് ജിമ്മിന് പോയിട്ടേ കുമ്പിടാനോ ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ട് അവൾ നിൽക്കണം. അവൾക്ക് വയറും കാലൊക്കെ ഭയങ്കര വേദനയായിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അവൾക്ക് മാളും ഇതേ ടൂടെക്സ് ഒക്കെ ഇരുന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതും അപ്പുറത്തിരുന്നൊരു ബ്ലൗസ് ഇങ്ങനെ അയച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത് എന്താ അവർ മാളുവിനെ കൊണ്ടൊക്കെ ടൂടെക്സ് ഇടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം അനിയത്തിമാരാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ ആദർശേട്ടനും വിഷ്ണുനും കൂടിയിട്ട് ആദർശേട്ടനും പൊന്നൂസും കൂടിയിട്ട് ഒരു കൊറിയർ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കൊറിയർ എടുക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ കുറേ ദൂരത്തേക്ക് പോയി. കാരണം ഇന്നേക്ക് കിട്ടേണ്ടതായിരുന്നു എനിക്ക് വളക്കാപ്പിൻ്റെ അന്ന് കിട്ടേണ്ട ഒരു കൊറിയർ ആയിരുന്നു. അപ്പോൾ കുട്ടി തലേ ദിവസമാണ് അയച്ചത്. അപ്പോൾ സ്പീഡ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ കുറച്ചങ്ങോട്ട് അകലേക്കാണ് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കിട്ടണമെങ്കിൽ തിങ്കളാഴ്ച ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നേരെ പോയിട്ട് വേഗം ദൂരെ ആയാലും കുഴപ്പമില്ല വേഗം പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദർശേട്ടനും പൊന്നൂസും അർജുഒക്കെ കൂടിയിട്ട് എടുത്ത് വന്നിട്ടാ. അപ്പോൾ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് അയച്ചിട്ടുണ്ടാട്ടോ. ഒരുപാട് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. വളയും പൊട്ടും മാലയും കമ്മലും പിന്നെ എന്താ കൺമഷി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം നമുക്ക് ഗേൾസിന് പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഞാനത് കണ്ടപ്പോൾ തന്നെ വേഗം ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് വളക്കാപ്പിന് വേണ്ട വള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അമ്മമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അമ്മമ്മയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മമ്മയ്ക്കൊന്നും വരാൻ പറ്റില്ല കേട്ടോ വളക്കാപ്പിന്. അമ്മമ്മ എന്തായാലും എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും കുറച്ച് ദിവസം നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദർശമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ അമ്മമ്മയുടെ അടുത്ത്. ഇവിടെ ആരുമില്ല, അമ്മമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അമ്മമ്മ ഇപ്പോൾ ഉള്ളത് വല്യമ്മയുടെ വീട്ടിലാട്ടോ. അപ്പോൾ അമ്മമ്മ ഡെലിവറി ആകുമ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞിട്ട് വേഗം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കാം കേട്ടോ. പിന്നെ മാളും ഇതൊക്കെ എല്ലാ സംഭവവും ഇത് അടക്കി പറക്കി വെച്ച് തരാണ് കേട്ടോ. വളകളും പിന്നെ കമ്മലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുഞ്ഞ് ബോക്സൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ സെറ്റാക്കിയിട്ട് അടക്കി ഒതുക്കി വെച്ച് തരാണ് കേട്ടോ. അതും അപ്പുറത്തിരുന്നിട്ട് എൻ്റെ ബ്ലൗസൊക്കെ അയച്ചു തരാനുണ്ടോ. കാരണം ഒരു കൈമ എന്നെ 4-5 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ അയച്ചിട്ടുണ്ടാക്കാൻ എളുപ്പമല്ലല്ലോ. പിന്നെ ഇത് പൊന്നൂസ് ആദർശേട്ടനൊക്കെ വാഴയുടെ എല്ലാം മുറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു വളക്കാപ്പിൻ്റെ സംഭവം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് അവർ ഇലയൊക്കെ മുറിച്ചിട്ട് വന്നു.
പിന്നെ അതും ആളും വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാട്ടെ. അപ്പം എൻ്റെ ബ്ലൗസ് അത് കൈ പിടിച്ചിട്ടുണ്ട്. കാരണം ഇത് ഫുള്ള് സ്റ്റിച്ച് അയച്ചപ്പോഴേ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും കൂടി ഒരു സേഫ്റ്റിക്ക് ഒരു അടി അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടല്ല അങ്ങനെ പിന്നെ പോരുമല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് മേലെ എഴുകി വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോകാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വിഷ്ണുവേട്ടൻ എത്തിയിട്ടുണ്ട്. അച്ഛൻ പണി മാറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇവർ വീണ്ടും ഇതേ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കണം. ആദർശേട്ടനൊന്നും വീട്ടിൽ നിൽക്കാനേ ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് പുറത്ത് കറക്കം തന്നെയായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് എപ്പോഴും പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ തേജപ്പനെ ചേച്ചി വൈകിട്ടാകുമ്പോൾ മേലൊക്കെ കഴുകി കുളിപ്പിച്ച് കൊടുക്കട്ടെ. അപ്പോൾ തേജപ്പന് ഇവർ പോകുമ്പോൾ പോകണം എന്നുണ്ട്. അപ്പോൾ ഇനി ഇവർ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത് കാരണം നമ്മളിവിടെ അവനെ വിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ദേവൂട്ടൻ മാമനും പിന്നെ അർജുൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോവാൻ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ പൂക്കൊക്കെ മുടങ്ങി ലാസ്റ്റ് അവരെന്നെ വീട്ടിലിരുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്കൊരു ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാൻ അതിരുന്ന് കുടിക്കാൻ കേട്ടോ. എനിക്ക് കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. കൊളാബിക്കും അങ്ങനെ എനിക്ക് ആയിട്ട് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടും പിന്നെ എന്താ വെച്ചപ്പോഴേക്കും ചേച്ചിയുടെ മേലെഴുകലൊക്കെ കഴിഞ്ഞ് അവളിത് കണ്ണാടിയുടെ മുമ്പിൽ എന്തൊക്കെയോ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ വലിയമ്മ എനിക്ക് ചക്ക കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ചക്കയും ഇപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മാളും അതും മേലൊക്കെ കഴുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അവർ ഇതവിടെ സ്കിൻ കെയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്കും ത്രെഡ് അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഗേൾസിന് പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ മാളും അല്ല ദേവുട്ടനും തേജപ്പനും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിന് ഞങ്ങൾ പുറത്തേക്ക് ആക്കേണ്ട പ്ലാനിലാണ്. കാരണം ഇവരുണ്ടെങ്കിൽ എന്താ പറയുക ചാടി കളിച്ചിട്ടൊന്നും നമുക്കൊന്നും പറ്റില്ല. അപ്പോഴേക്കും നമ്മുടെ വിനീഷേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണി 7:15 ആകുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. നെയിൽ പോളിഷ് കളയണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ എൻ്റെ നഖം വെട്ടണ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കണ്ടപ്പോൾ അതിന് ഭയങ്കര ത്വര. എൻ്റെ നഖം താക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോവാണ്, അത് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ എൻ്റെ കാലിന്മേർന്നുള്ള ആ ഒരു സംഭവം വെച്ചിട്ട് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ആദ്യം നെയിൽ പോളിഷ് ഇതാച്ചങ്ങ് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു കിൽറ്റിൻ്റെ നെയിൽ പോളിഷാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവളത് കഷ്ടപ്പെട്ട് കുറേ നേരം കുത്തിയിരുന്ന് ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. മാളും അവിടെ ഇത് ത്രെഡ് ചെയ്യുക, പിന്നെ ഫേഷ്യൽ റൈസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടിയിലാണ്. ഇപ്പുറത്തെ ദേവുട്ടനും തേജപ്പനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരച്ചങ്ങ് ഭയങ്കര തുള്ളിച്ചാട്ടാണ്. അപ്പോൾ ഇവർ രണ്ടെണ്ണത്തിന് നമുക്ക് പിടിച്ച് പുറത്തേക്ക് ആക്കണം. കാരണം ഇവർ ഭയങ്കര ചാടിക്കളിയാണ്. അപ്പോൾ എങ്ങാനും മേത്തേക്ക് വീഴുമെന്ന് എനിക്കും പേടി. എനിക്ക് അച്ഛൻ പണ്ടത്തെ പോലെ പെട്ടെന്നൊന്നും എനിക്കാനോ നീങ്ങാനോ ഒന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മാളു ആദ്യം ഇരുന്നിട്ട് 2 കളയുന്നുണ്ട്. മാളു ഇരുന്ന് 2 ഇട്ടേരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആദർശേട്ടനും ഇവരൊക്കെ കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. കണ്ടോ, ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. ഈ സംഭവം കിട്ടിയപ്പോൾ തൊട്ട് നമ്മുടെ ആദുവിന് പ്രാന്തായിരുന്നു. ഇത് വെച്ചിട്ട് അവൾ കാലും ഒരു താജ്മഹാൽ പണിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ആദർശേട്ടൻ വരുമ്പോഴേ മൈലാഞ്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ചെറുതായിട്ടൊരു മൈലാഞ്ചി ഇടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ മൈലാഞ്ചി അധികം ഇഷ്ടമല്ല. എൻ്റെ കല്യാണത്തിന് പോലും എനിക്ക് ഇടാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ തലേ ദിവസം ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവിടെ ഇട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇവരിത് ചേച്ചിയൊക്കെ അടുക്കളയിൽ ഓരോ പണിയിലാണ് കേട്ടോ. അങ്ങനെ ആദ്യം അച്ഛൻ അവളുടെ പിന്നാലെ നടന്നിട്ട് ചൊറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാളു ഇതേ പിൻട്രസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാം കേട്ടോ. മാളു തിരക്കേടില്ലാതെ ഇടും, നല്ല ഭംഗിയിൽ തന്നെ ഇടും കേട്ടോ. അപ്പൊ ചേച്ചി ഇത് അവിടെ കുക്കിംഗ് ആണ്. ചിക്കൻ കറി ഉണ്ടാക്കാൻ കേട്ടോ. കണ്ടോ, മോത്ത് കൊടുന്ന വെക്കല്ലേ വെക്കും ഈ പൊടി. ഈ സമയത്ത് വീട്ടിൽ ഭയങ്കര ബഹളമാണ് കേട്ടോ. എല്ലാവരുമായിട്ട് എനിക്കൊരു കല്യാണത്തിൻ്റെ ഒക്കെ ഒരു ഫീൽ എടുത്തിട്ടുണ്ടായിരുന്നേ. ടേസ്റ്റ് മേറ്റ് യു അത് വീഡിയോഗ്രാഫർ. എനിക്ക് അച്ഛൻ തീരെ ക്ഷമയില്ല കേട്ടോ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. കാരണം കുറേ നേരം ഇങ്ങനെ വെച്ചിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദർശേൻ്റെ അടുത്ത് ഞാൻ BB വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിനും ഞാൻ BB തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്കിത് കൈയ്യുമ്പോൾ അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കൈ നിറയെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇപ്പുറത്തെ കൈയ്യുമ്പം ആദ്യം ഇരുന്നിട്ട് കുറേ വരച്ചോക്കുണ്ട്. ആദ്യൻ്റെ കൈ വരയ്ക്കാൻ മായ്ക്കുക വെച്ചിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ വിഷ്ണുവേട്ടൻ വന്നിട്ടുണ്ട്. പിള്ളേരൊക്കെ അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. പിന്നെ അഞ്ചും ഉണ്ട്. നിഷിയും രാവിലെ അവിടെ വരുന്നുണ്ടാവുക. കാരണം അവിടെ ഉണ്ണി ചെറുതല്ല. അപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ അവനെയും കൊണ്ട് നടക്കണ്ട വിചാരിച്ചിട്ട് അവർ രാവിലെ നേരത്തെ വരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ബലൂണൊക്കെ വിഷ്ണുവേട്ടൻ വീർപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫാൻ്റെ മുകളിലേക്ക് പോകും.
അപ്പോൾ നമ്മുടെ മൈലാഞ്ചിടൽ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉണ്ണികൾക്കൊക്കെ ചോറ് ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ. നമ്മുടെ വീട്ടിൽ സ്ഥലപരിമിതി ഉള്ള കാരണം എല്ലാവരും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുന്നോളൂ കേട്ടോ ഫുഡ് കഴിക്കുന്നത്. മേശയുടെ മുകളിലൊക്കെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കാരണം അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കംഫർട്ട് ആവില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഹാളിൽ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹാളിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ മക്കളൊക്കെ. മാളു ഇതേക്ക് മൈലാഞ്ചി ഒരു കൈയ്യും ഇട്ട് തന്നിട്ടുണ്ട്. അടുത്ത കൈയ്യും ഇത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ അതുമാണ് എൻ്റെ വീഡിയോഗ്രാഫറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ വീഡിയോസ് അങ്ങനെ ഇതിനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നിലത്തിരുന്നിട്ടാട്ടോ കഴിക്കുന്നത്. ഞാൻ മാത്രം സോഫയിലിരുന്നു, കാരണം സ്പേസ് ഇല്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ സാമ്പാർ, അവിയൽ, ഉപ്പേരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനും നമ്മുടെ ഒപ്പം ഇരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് വിശപ്പുണ്ടായിരുന്നു. എനിക്ക് സാമ്പാറും ചിക്കൻ കറി കൂടി ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ദേവുട്ടനും നമ്മുടെ തേജപ്പനും കൂടിയിട്ട് അവിടെ ഗുസ്തിയിൽ എന്തോ തല്ലൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിയാറായി. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ എല്ലൊക്കെ നമ്മുടെ ആമിപ്പെണ്ണിനെ ഇട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാതൃശേട്ടനും പൊന്നൂസും വിനീഷേട്ടനൊക്കെ കൂടിയിട്ട് പുറത്ത് പോയി കിടന്നു. അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മുടെ മാമനും മാമിയും വരുന്നുണ്ടായിരുന്നു കേട്ടോ പരിപാടിക്ക്. അപ്പോൾ അവരെന്നെ കൂട്ടാൻ പോയി കിടന്നു. അവരിത് വലിയ കായക്കോരിയും കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ വിനീഷേട്ടനും എല്ലാവരും കൂടിയിട്ട് ഓരോ സംഭവം എടുത്തിട്ട് വീടിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റിയായിരുന്നു കേട്ടോ. അവർക്ക് കാറിന് കുറേ സാധനങ്ങൾ ഇറക്കാണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവേട്ടനും അവരെ കൂടിയിട്ട് അതൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ മാമിയുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിനീഷേട്ടനും കുട്ടികളെ കൂടിയിട്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു കേട്ടോ. തേജപ്പനുണ്ട്, ദേവുട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അപ്പുറത്ത് എന്നത് നമ്മുടെ ആദ്യം എടുത്ത് വെച്ച വീഡിയോസാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ വിനീഷേട്ടൻ വരുമ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ പിറന്നാളിന് ഞാൻ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആക്ച്വലി ഞാൻ പിറന്നാളിന് കേക്ക് മുറിക്കാതിരുന്ന് വേറൊന്നുമില്ല, മാർച്ച് 13 എൻ്റെ ബർത്ത്ഡേ വരണേ. അപ്പോൾ അന്ന് കട്ട് ചെയ്യാന്നാണ് കേക്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ നമ്മളതിനെ ഇങ്ങനെ സ്നേഹിക്കണവരും നമ്മളതിനെ അറിയണവരൊക്കെ എൻ്റെ പിറന്നാൾ എങ്ങനെ നോക്കി വെച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എൻ്റെ പിറന്നാൾ എങ്ങനെ അറിയാമെന്ന് മുഴുക്കി അറിയണ്ടായിരുന്നില്ല. പക്ഷെ അവരിങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ പിന്നെ എല്ലാവരും കൂടി സ്റ്റാറ്റസ് ഇട്ടു. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ച് മാർച്ച് 13 അന്ന് മാത്രം സ്റ്റാറ്റസ് ഇടാം. അങ്ങനെ ഞാൻ ആദർശേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്തായാലും പിറന്നാളിന് കേക്ക് മുറിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒരുമിച്ച് മുറിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. Tamil BGM. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതേ മാമനും അമ്മായിയും പിന്നെ അമ്മമ്മയ്ക്കും ആദർശനും അവരാരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ തേജപ്പന് പല്ല് വാങ്ങിക്കുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും നോക്കാം കേട്ടോ. പിന്നെ വിഷ്ണുവിനും അഞ്ചിത് എവിടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഫുഡ് കഴിക്കേണ്ടതിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇതേ അവിടെ കേക്ക് മേത്ത് തേക്കേണ്ട തിരക്കിലാണ് കേട്ടോ. പൊന്നൂസ് വിനീഷേട്ടൻ്റെ മേത്തൊക്കെ ആകെ കേക്കൊക്കെ തേച്ച് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ച് കളിയായിട്ടോ. അപ്പോൾ പൊന്നൂസ് അവിടെ നിന്ന് ഓടി വേഗട്ടോ. പിന്നെ എൻ്റെ തേജപ്പന് ഇതേ മേമയ്ക്ക് പല്ല് വാങ്ങിക്കുന്നുണ്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദർശേട്ടനും എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി ഉറങ്ങാൻ നമുക്ക് അധികം സ്ഥലങ്ങളില്ലാത്ത കാരണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേ ഹോളിലും പിന്നെ നിലത്തൊക്കെ വിരിച്ചിട്ടൊക്കെ ആയിട്ട് കിടന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.